കേന്ദ്ര പദ്ധതികളുടെ പിതൃത്വത്തെ ചൊല്ലി ബിജെപിയിൽ തർക്കം. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പിതൃത്വം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രിമാർ. പദ്ധതികൾ നേതൃത്വം നേരിട്ടറിയിച്ചാൽ മതിയെന്ന് തീരുമാനം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഈ കേന്ദ്ര പദ്ധതികളെ ചൊല്ലി ബിജെപിക്കകത്ത് ഈ സംസ്ഥാന അധ്യക്ഷനെതിരെ വലിയ എതിർപ്പ്, അതൃപ്തി ശക്തമാവുകയാണോ? ജോർജ് കുര്യനും അതുപോലെ തന്നെ സഹമന്ത്രി സുരേഷ് ഗോപിയും തന്നെയാണോ എതിർപ്പും അതൃപ്തിയും വ്യക്തമാക്കുന്നത്? ദിവ്യ, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എന്ന് പറയാൻ കഴിയില്ല, 2 റെയിൽവേ സ്റ്റേഷനുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില ഉത്തരവുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഇറങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ജോർജ് കുര്യൻ നേരത്തെ നെടുമ്പാശ്ശേരിയിൽ, അതായത് വിമാനത്താവളത്തിനോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ അനുവദിക്കാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖർ 2 സ്റ്റേഷനുകൾ അനുവദിച്ചതുമായി, 2 ട്രെയിനുകൾക്ക് സ്റ്റേഷൻ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക കുറിപ്പ് തന്നെ ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്തത്, അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. അതിൽ അശ്വിനി വൈഷ്ണവ് രാജീവ് ചന്ദ്രശേഖർ നൽകിയ കത്താണ് പോസ്റ്റ് ചെയ്തത്. നേരത്തെ തന്നെയുള്ള തീരുമാനം ബിജെപിയുടെ ഭാഗമായി നടക്കുന്നതാണ് ഈ പദ്ധതികൾ ഒക്കെ എന്ന് വരുത്തി തീർക്കാനൊരു നീക്കമുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിമാർ, 2 കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിലുള്ളത്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. പക്ഷേ ഇവരുടെ ഇടപെടലിൽ പോലും ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം അത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി മാറ്റാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നുള്ളൊരു അതൃപ്തിയാണ് നിലവിൽ പുതുതായി ഇപ്പോൾ ബിജെപി പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള എതിർപ്പ് പരസ്യമായ ശ്രമമാണോ ഈ തർക്കത്തിലേക്ക് കൊണ്ടുപോയത്? തീർച്ചയായും അതുതന്നെയാണ്. കാരണം അതായത് നേരിട്ട് കേന്ദ്ര സർക്കാരിൽ താൻ സമ്മർദ്ദം ചെലുത്തിയാണ് ഈ റെയിൽവേ സ്റ്റോപ്പുകൾ അനുവദിച്ചത് എന്നുള്ള തരത്തിൽ ഉള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ, എന്നുള്ളൊരു പ്രചാരണം നടത്താനുള്ളൊരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം അനുവദിക്കാനുള്ള തീരുമാനം, അതിന് ഫണ്ട് അനുവദിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഉത്തരവ്, അത് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് അശ്വിനി വൈഷ്ണവിന്റെ കത്ത് തന്നെ പുറത്തുവിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. അതിനർത്ഥം ബിജെപി നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ്, രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് സംസ്ഥാനത്ത് കേന്ദ്ര പദ്ധതികളും കേന്ദ്രത്തിന്റെ ഫണ്ടുമൊക്കെ ലഭ്യമാകുന്നത് എന്നുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ, എന്നുള്ളൊരു പ്രചാരണം നടത്താനുള്ള ഒരു നീക്കം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നു എന്നുള്ള വിമർശനമാണ് നിലവിൽ ബിജെപിയിൽ നിന്ന് ഉയരുന്നത്. കേന്ദ്രമന്ത്രിമാരല്ല, മറിച്ച് സംസ്ഥാനത്തെ ബിജെപി നേതൃത്വം നേരിട്ട് ആണ് കേരളത്തിലേക്ക് വികസനങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളൊരു നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം നിലവിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിമർശനമാണ് നിലവിൽ കേന്ദ്രമന്ത്രിമാർക്കുള്ളത്. പക്ഷേ പരസ്യമായി അവർ അത് പ്രകടിപ്പിച്ചിട്ടില്ല. എങ്കിലും ഈ അവരുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ രാജീവ് ചന്ദ്രശേഖർ എതിർവിഭാഗം ഉൾപ്പെടെയുള്ളവർ ഈ കേന്ദ്രമന്ത്രിമാരെ പോലും മറികടന്നുള്ളൊരു നീക്കം നടത്തുന്നു. സ്വാഭാവികമായും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് ഒരു കത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നൽകേണ്ടതില്ല. പക്ഷേ എങ്ങനെ ഈ സംസ്ഥാന നേതൃത്വത്തിന് തന്നെ നേരിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേരെഴുതിയ കത്ത് അശ്വിനി വൈഷ്ണവ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എംപിമാർക്കും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും കേന്ദ്രമന്ത്രിമാർക്കും ഒക്കെയാണ് അവരൊരു ആവശ്യം അറിയിച്ചാൽ അതിന്റെ മറുപടി ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ലഭിക്കുന്നത്. പക്ഷേ ഇത് രാജീവ് ചന്ദ്രശേഖർ എന്ന് തന്നെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു കത്താണ് അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിന് കാരണമെന്ന് ഈ ബിജെപി നേതാക്കൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അത് തൊട്ട് മുമ്പ് ഈ ജോർജ് കുര്യൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനോടൊരു മറുപടി പോലെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു അതൃപ്തിയായി, വിമർശനമായി ഒക്കെ ഉയരുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്റ് ഏറ്റെടുക്കാനൊരു നീക്കം, അടിച്ചെടുക്കാനൊരു നീക്കം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. തങ്ങൾ നേരിട്ട് ഇടപെടുന്ന കാര്യങ്ങളിലുള്ള ഒന്നും ക്രെഡിറ്റ് തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു അതൃപ്തിയാണ് നിലവിൽ ബിജെപിയിൽ പുകയുന്നത്.